500-ലധികം വ്യത്യസ്ത ധർമ്മങ്ങൾ നിർവഹിക്കുന്ന അതിപ്രധാനമായ ഒരു ആന്തരിക അവയവമാണ് കരൾ. കേടുപറ്റിയാൽ സ്വയം സുഖപ്പെടുത്താനും സ്വന്തം ശക്തിയെ പുനർജനിപ്പിക്കാനുമുള്ള ശക്തി കരളിനുണ്ട്. ഇതിനു പുറമെ അസാമാന്യമായ സഹനശേഷിയുമുണ്ട് കരളിന്. രോഗലക്ഷണങ്ങളൊന്നും തന്നെ പ്രകടിപ്പിക്കാതെ പ്രവർത്തനം തുടരുന്നതിനാൽ ഒട്ടുമിക്ക കരൾ രോഗങ്ങളും ഏറെ വൈകിയാണ് കണ്ടെത്താറുള്ളത്. വിവിധയിനം മഞ്ഞപ്പിത്തം, കരളിൽ കൊഴുപ്പടിയുന്ന ഫാറ്റി ലിവർ, ക്യാൻസർ, പലതരം അണുബാധകൾ തുടങ്ങിയ രോഗങ്ങൾ കരളിനെ ബാധിക്കാറുണ്ട്. മദ്യപാനമാണ് കരളിന്റെ ആരോഗ്യത്തെ തകർക്കുന്ന പ്രധാന വില്ലൻ. ആഹാരത്തിലൂടെയും മറ്റു ശരീരത്തിലെത്തുന്ന വിഷവസ്തുക്കളെ അരിച്ചു മാറ്റുന്ന അവയവമാണ് കരൾ. സ്വാഭാവികമായും മദ്യത്തിലുള്ള വിഷാംശങ്ങളും കരളിൽ വെച്ച് തന്നെയാണ് വിഘടിപ്പിക്കപ്പെടുന്നതും. അതുകൊണ്ടുതന്നെ മദ്യപാനത്തിന്റെ കുഴപ്പങ്ങൾ ഏറ്റവും അധികം ബാധിക്കുന്നതും കരളിനെയാണ്. മദ്യപാനം കരളിലെയും ആമാശയത്തിലെയും മൃദുകലകളെ ദ്രവിപ്പിച്ച് വ്രണമുണ്ടാക്കുകയും കരളിൽ നീർക്കെട്ടുണ്ടാക്കുകയും ചെയ്യുന്നു. കാലക്രമേണ കരളിന്റെ ആകൃതിയും സ്വാഭാവിക ധർമ്മങ്ങൾ തന്നെയും നഷ്ടപ്പെട്ട് അത്യന്തം അപകടകാരിയായ സിറോസിസിലേക്ക് മദ്യപാനിയെ എത്തിക്കുകയും ചെയ്യും. മദ്യപാനത്തിന് പുറമെ പോഷകക്കുറവ്, പച്ചക്കറികളിലും മറ്റും കീടനാശിനികൾ, ചിലയിനം മരുന്നുകളുടെ തുടർച്ചയായ ഉപയോഗം, കൃത്രിമ ഭക്ഷണം, അമിത ഭക്ഷണം, വ്യായാമത്തിന്റെയും വിശ്രമത്തിന്റെയും കുറവ്, തുടർച്ചയായ മാനസിക പിരിമുറുക്കം തുടങ്ങിയവയും കരളിന്റെ ആരോഗ്യത്തെ ബാധിക്കാറുണ്ട്. വർദ്ധിച്ച തോതിലുള്ള പ്രമേഹവും കൊളസ്ട്രോളും കരളിന് ഹാനികരമാണ്. കരളിനുണ്ടാകുന്ന ചില്ലറ പ്രശ്നങ്ങൾ അത് സ്വയം പരിഹരിക്കുകയാണ് പതിവ്. അതിനാൽ മിക്ക കരൾ രോഗങ്ങളും തുടക്കത്തിൽ കാര്യമായ ലക്ഷണങ്ങൾ കാട്ടാറില്ല. അമിതക്ഷീണം, അരുചി, ഛർദി, ശ്വാസത്തിന് ദുർഗന്ധം, ശരീരം മെലിച്ചിൽ, ചൊറിച്ചിൽ, വയറിനകത്തെ പലതരം അസ്വസ്ഥതകൾ, പനി, മഞ്ഞപ്പിത്തം, രോമം കൊഴിയുക, വയറ്റിൽ വെള്ളം കെട്ടി നിൽക്കുക തുടങ്ങിയവയാണ് കരൾ രോഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ. മെയ്യനങ്ങാതെയുള്ള ജീവിതശൈലിയും നിയന്ത്രണമില്ലാതെ അകത്താക്കുന്ന മദ്യവും അമിതമായ കൊഴുപ്പും കൃത്രിമ നിറങ്ങൾ ചേർത്ത ഭക്ഷണങ്ങളുമെല്ലാം തന്നെ കരൾ രോഗിയുടെ എണ്ണം ഗണ്യമായി കൂട്ടുന്നു. നിത്യവുമുള്ള വ്യായാമവും പോഷകങ്ങൾ നിറഞ്ഞ നാടൻ ഭക്ഷണങ്ങളും കരളിന്റെ ആരോഗ്യത്തിന് അനിവാര്യമാണ്. മദ്യപാനവും പുകവലിയും തീർത്തും ഉപേക്ഷിക്കണം. കൊഴുപ്പും നീർക്കെട്ടും കുറച്ച് കരളിനെ പ്രവർത്തന സജ്ജമാക്കാൻ വ്യായാമത്തിനാകും. ഡോക്ടറുടെ നിർദ്ദേശാനുസരണം മാത്രം വ്യായാമം ശീലിക്കുകയാണ് വേണ്ടത്. കരൾ രോഗികൾ പൊതുവെ ദഹനശക്തി കുറഞ്ഞവരാണ്. അതിനാൽ പെട്ടെന്ന് ദഹിക്കുന്നതും പോഷക നിറഞ്ഞതുമായ ഭക്ഷണമാണ് അവർക്ക് അനുയോജ്യം. പാൽക്കഞ്ഞി, കഞ്ഞി, ഇഡ്ഡലി, സൂചിഗോതമ്പ്, മലർ, ഓട്സ്, പാട നീക്കിയ പാൽ, ഇളനീര്, കാച്ചിയ മോര് ഇവ മാറി മാറി കുറഞ്ഞ അളവിൽ പലതവണകളായി നൽകാം. പടവലങ്ങ, കാരറ്റ്, പപ്പായ, കുമ്പളങ്ങ, വെള്ളരിക്ക, ഇലക്കറികൾ, പയർവർഗ്ഗങ്ങൾ ഇവയും കരളിനെ സംരക്ഷിക്കാൻ നിത്യഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. വെളുത്തുള്ളിക്കും മഞ്ഞളിനും കരളിന്റെ ആരോഗ്യ സംരക്ഷണത്തിൽ ശ്രദ്ധേയമായ പങ്കുണ്ട്. കരളിൽ കൊഴുപ്പടിയുന്നതിന് തടയാൻ വെളുത്തുള്ളി ഉത്തമമാണ്. കരളിനെ ബാധിക്കുന്ന അണുബാധയ്ക്കെതിരെ പ്രതിരോധം തീർക്കാൻ വെളുത്തുള്ളിക്കാവും. വെളുത്തുള്ളിയിൽ അടങ്ങിയിരിക്കുന്ന ഗന്ധമാകട്ടെ വിഷവസ്തുക്കൾ കരളിനെ നശിപ്പിക്കുന്നത് തടയുന്നു. കരളിനെ ബാധിക്കുന്ന അർബുദത്തിനെതിരെ മഞ്ഞൾ പ്രവർത്തിക്കും. മിതമായ അളവിൽ മാത്രം ഇവയെ നിത്യഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. ക്ഷീണമുള്ളപ്പോൾ ചെറുപയർ വെന്ത വെള്ളം സൂപ്പാക്കി കഴിക്കുന്നത് കരൾ രോഗത്തിന് ഗുണം ചെയ്യും. ഉള്ളി, തക്കാളി, നെല്ലിക്ക, മുരിങ്ങ, മുന്തിരി, തണ്ണിമത്തൻ, പേരയ്ക്ക ഇവയും കരളിന് ഗുണകരമാണ്. വറുത്തതും പൊരിച്ചതുമായ ആഹാരപദാർത്ഥങ്ങൾ, മാംസോൽപ്പന്നങ്ങൾ, കേക്ക്, കടുപ്പം കൂടിയ ചായ, കാപ്പി, പപ്പടം, അച്ചാർ, സോസുകൾ ഇവ ഒഴിവാക്കുക. പച്ചക്കറികളും പഴങ്ങളും നന്നായി കഴുകി ഉപയോഗിക്കണം. ചിട്ടയായ വ്യായാമത്തിനും പോഷകങ്ങളടങ്ങിയ ഭക്ഷണത്തിനും തീർച്ചയായും ഗുണകരമായ ഫലങ്ങൾ കരൾ രോഗത്തിന് നൽകാനാവും. ഒപ്പം തെറ്റായ ജീവിതശൈലിയെ ദൂരെ നിർത്താനും. ഹെൽത്ത് ഡെസ്ക്, അമൃത TV.